ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് പ്രത്യേകിച്ച് വലിയൊരു സ്പെഷ്യലൊന്നും പറയാൻ പറ്റത്തില്ല. നിത്യേന നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഉച്ചയൂണിന് വിളമ്പാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു ബീൻസ് വെച്ച് തയ്യാറാക്കുന്ന ഒരു ഫ്രൈ ആണ്. ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഓയിലൊക്കെ ചേർത്ത് പൊരിച്ചെടുക്കുന്ന അതുപോലത്തെ ഒരു രീതിയൊന്നുമല്ല. ആ ഒരു വെജിറ്റബിളിൻ്റെ ഗുണം കളയാത്ത രീതിയിൽ അധികം നമ്മൾ ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യാത്ത രീതിയിൽ തയ്യാറാക്കുന്ന ഒരു രീതിയാണ്. മലക്കറി കഴിക്കാൻ ഇഷ്ടക്കേട് കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അമ്മമാർക്ക് തയ്യാറാക്കി കൊടുക്കാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷൻ കൂടിയാണ് ഈ ഒരു ബീൻസ് വെച്ച് തയ്യാറാക്കുന്ന ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് കണ്ട് നമുക്ക് പ്രിപ്പറേഷനിലോട്ട് പോകാം. നോക്കിക്കാം. ബീൻസ് ഫ്രൈ തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 250 ഗ്രാം ബീൻസ് ഈ ഒരു അളവിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു അളവ്, തീരെ അങ്ങ് പൊടിയാക്കരുത്, എന്നാൽ വലിയൊരു പീസും ആവരുത്. ഇതുപോലെ ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം. ബീൻസ് ഫ്രൈ തയ്യാറാക്കുന്നതിന് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വരുമ്പം നമ്മൾ അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കണം. നല്ല ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് വലിയ ഉള്ളി മീഡിയം സൈസ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് ഉള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ വരും. അത് നമ്മുടെ ബീൻസ് ഫ്രൈക്ക് ഗുണവും മണവും ചേർന്നതെല്ലാം തന്നെയാണ്. ഉള്ളി ആവശ്യത്തിന് ഫ്രൈ ആയി കഴിഞ്ഞു. നല്ല പോലെ അങ്ങ് ഫ്രൈ ആവണ്ട, കാരണം ഇതിലുള്ള ആ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം നിലനിൽക്കുന്ന സമയത്ത് വേണം നമുക്ക് ബീൻസ് ഇടാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഒന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീൻസ് ചേർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു. ഓയിലിൽ മൂത്ത് വരുമ്പം തന്നെ അത് പെട്ടെന്ന് അങ്ങ് മാറും. ഇനി നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത ഉടനെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഇതൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ച കളറ് വരുന്ന സമയത്ത് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് വെച്ച് ആ ഒരു ചെറിയൊരു പച്ച കളർ വരുമല്ലോ, കുറച്ചുകൂടി ഡാർക്കായിട്ട് വരും ബീൻസ്. ആ ഒരു സമയം നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കേണ്ടതാണ്. ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം നമുക്ക്. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു. ലിഡ് ഓപ്പൺ ചെയ്ത് നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ലിഡ് ക്ലോസ് ചെയ്യുക. അരപ്പ് തയ്യാറാക്കുന്നതിന് മിക്സ്ഡ് ബൗളിലോട്ട് നമുക്ക് 4 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതിൽ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോണത് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും അതുപോലെ തന്നെയാണ് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പം അത് ചതഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് തിരുകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ട് വരാം. ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ ബീൻസ് ഒക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞു, ചെറുതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. കണ്ടോ, അതിൽ ആ ഒരു ഉള്ളിയെല്ലാം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അരപ്പ് എല്ലാ സ്ഥലത്തും വരുന്ന രീതിയിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ചെറുതീയിൽ തന്നെ ഇപ്പോഴും കിടക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയി കാണും.
ആ ഒരു തേങ്ങ അരപ്പ് നമ്മുടെ ആ ഒരു മസാലക്കൂട്ട് നല്ലപോലെ തന്നെ മൂത്ത് വന്ന് നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫൈനലി ഇതിൽ ചേർക്കാവുന്നത് ഒരേ ഒരു കാര്യമാണ് മല്ലിയില. അപ്പോൾ നമ്മൾ മല്ലിയില കൂടെ കട്ട് ചെയ്ത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബീൻസ് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.